നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ഏഷ്യൻ കപ്പിന് ഖത്തറിൽ തിരശ്ശീല വീണു. ആദ്യരായ ഖത്തർ തന്നെ കിരീടം ചൂടിയിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ ജോർദാനെ 1-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ 3 ഗോളുകളും ഖത്തർ നേടിയത് പെനാൽറ്റിയിലൂടെയാണ്. എന്നാലും ജോർദാൻ്റെ പോരാട്ട വീര്യം സമ്മതിക്കണം. 87ാം സ്ഥാനത്തുള്ള ഒരു ടീം ഏഷ്യൻ കപ്പിൻ്റെ ഫൈനൽ കളിച്ചു. അവർ ഫൈനലിൽ ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. പക്ഷേ പിന്നീട് പിടിവിട്ടുപോയി. 3 പെനാൽറ്റികൾ അവരുടെ വിധി എഴുതി 3-1 വിജയമാണ് ഖത്തർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഖത്തറിലെ ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കളിയുടെ 22ാമത്തെ മിനിറ്റിൽ അക്രം അഫീഫ് പെനാൽറ്റിയിലൂടെ ഖത്തറിന് മുന്നിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഖത്തർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 67ാമത്തെ മിനിറ്റിൽ അൽ നൈമത്ത് നേടിയ ഗോളിലൂടെ ജോർദാൻ ഒപ്പം പിടിച്ചു. പക്ഷെ പിന്നീട് 2 പെനാൽറ്റികൾ കൂടി 73ാമത്തെ മിനിറ്റിലും കളിയുടെ അവസാനത്തിലും അക്രം അഫീഫ് വീണ്ടും പെനാൽറ്റിയിലൂടെ തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ 1-3 ജോർദാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഖത്തർ AFC ഏഷ്യൻ കപ്പിൽ മുത്തമിട്ടു. എന്തായാലും ഏഷ്യൻ കപ്പ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നിരാശയുടേതാണ്. നമുക്കറിയാം, നമ്മുടെ ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച എല്ലാ കളികളും പരാജയപ്പെട്ടത് മാത്രമല്ല, ഒറ്റ ഗോളുകൾ പോലും നമ്മുടെ ടീമിന് അടിക്കാൻ കഴിഞ്ഞതിൽ ഒറ്റ പോയിന്റുമില്ലാതെ ഒറ്റ ഗോളുമില്ലാതെ ഈ AFC ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തേക്ക് പോയ ഏക ടീമാണ് ഇന്ത്യൻ ടീം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും AFC ഏഷ്യൻ കപ്പ് അവസാനിച്ചിരിക്കുന്നു. ഖത്തർ കിരീടം ചൂടിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.